യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And today, for today's meditation, I want to focus on the book of James, chapter 5, verse 13 through 18. കഴിഞ്ഞ അനേക ആഴ്ചകളായിട്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. And last several weeks, we have been studying continuously from the book of James. അതിനിടയിൽ ഒരാഴ്ച പരിശുദ്ധാത്മാവ് എന്നോട് ഹൃദ്യമായി ഇടപെട്ടു. അസാഫിൻ്റെ 73-ാം സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എപ്പോഴും എന്നോട് അങ്ങനെ നിർബന്ധിക്കുമ്പോഴും ഞാൻ അതിന് വഴങ്ങിക്കൊടുക്കാറുണ്ട്. അങ്ങനെ 73-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരാഴ്ചയിൽ സംസാരിക്കുവാനിടയായി. And one of those weeks, instead of preaching from the book of James, the Spirit of God directed me to preach from the Psalms and about the life of Asaph. And whenever the Holy Spirit gives me such a directive, I obey. And so that's why we ministered in that way. ഞാൻ തുറന്ന സത്യം പറഞ്ഞാൽ ഈ യാക്കോബിൻ്റെ ലേഖനം എൻ്റെ ജീവിതത്തെ വളരെ വ്യത്യാസപ്പെടുത്തുവാൻ, ട്രാൻസ്ഫോം ചെയ്യുവാനിടയായി. And I tell you truly that going through the book of James has really transformed my life. ഞാൻ ഇതിനു മുമ്പിലും ഇത് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഒരു ലേഖനത്തിൻ്റെ മുമ്പിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിന് അത് വളരെ പ്രയോജനമായി. And even though I have read and studied this book before, this time spending hours before this passage and meditating has really changed my life. ദൈവം എന്നെ കടത്തിവിടുന്ന ചില അനുഭവങ്ങളിൽ പ്രിപ്പയർ ചെയ്യുവാനായി ഈ ലേഖനത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ തിരിച്ചതായിരുന്നു എന്നും എനിക്ക് മനസ്സിലായി. And I understand very clearly that God directed me to start teaching from this passage in order to prepare me for certain circumstances and experiences that were to come into my life. വിശ്വാസം എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക അത് കുറച്ച് എളുപ്പമായ കാര്യമാണ്. എന്നാൽ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഈ ലേഖനത്തിൽ കൂടെ കൂടുതലായി മനസ്സിലാക്കി. And when we say we have faith, it is very easy to say I have faith in Jesus, but this book focuses more on how that faith can be seen in our practical day-to-day life. ഓരോ ഇതിന്റെ വാക്യങ്ങൾ എടുത്തു വെച്ചല്ലായിരുന്നു. സഭായോഗത്തിലായതുകൊണ്ട് ദൈവം സംസാരിക്കുന്ന ഒരു ദൂത് പറയേണ്ടുന്നതുകൊണ്ട് ഞാൻ പല തീമുകളായിട്ടാണ് അതിനെ വിഭാഗിക്കുവാനിടയായത്. And even though we're going through these passages verse by verse each week, because the Spirit of God had a specific message to speak to the people at that time, therefore we went through the passages by each according to each theme. ദൈവജനം സമയം കിട്ടുമ്പോഴൊക്കെ അതൊന്ന് മടങ്ങിപ്പോയി ഒന്ന് കേൾക്കുവാൻ ഞാൻ പിന്നെയും ദൈവത്തോട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. And I humbly request that if you get the time and the opportunity to go back online and to listen to our recorded messages of the previous messages. എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ ജീവിതത്തിൽ അടിക്കുന്ന പരിശോധനകളിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? And he said the first question we ask is, even though I have faith, how do I move forward with the different trials that face in my life? എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ ജീവിതത്തിൽ വരുന്ന പ്രലോഭനങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? Even though I have faith, how do I overcome the temptations that have come in my life? എനിക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ ഞാൻ കേൾക്കുന്നു, എന്നാൽ വിശ്വാസം അത് പ്രവൃത്തിയിലൂടെ ഒരു ഡൂവർ ആയിട്ട് ചെയ്യുന്നവനായിട്ട് എങ്ങനെയാണ് മാറുന്നത്? And even though I hear the words of faith, how do I make that faith into something that causes me to do or have an action corresponding to that faith? എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന ജഡത്തിന്റെ സ്വഭാവമായ കോപത്തെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? And even though I have faith, how do I use that faith to control my anger? എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ മറ്റൊരാളിൻ്റെ ആവശ്യവും സങ്കടവും അവരുടെ പ്രയാസവും കണ്ടറിഞ്ഞ് അവരെ എങ്ങനെയാണ് സഹായിക്കുന്നത്? And even though I have faith, how do I recognize and sense the needs of others and to help them in that need? എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ മുഖപക്ഷമില്ലാതെ പ്രജുഡിസ് ഇല്ലാത്തവനായി തീരുന്നത് എങ്ങനെയാണ്? And even though I have faith, how do I demonstrate that faith without prejudice? എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ എൻ്റെ നാവിനെ എങ്ങനെയാണ്
കൺട്രോൾ And ചെയ്യുന്നത്? even though I have faith, how do I use that faith to control my tongue with the words that I speak? എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ രണ്ട് മനസ്സുകളായിട്ട് ആടി ഉലയുന്ന എൻ്റെ സ്വഭാവത്തെ ഞാൻ എങ്ങനെയാണ് And നിയന്ത്രിക്കുന്നത്? even though I have faith, how do I use that faith to help me in my double-mindedness in my life? എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ ഞാൻ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? And even though I have faith, how do I use that faith to resist the devil? എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനായി മാറേണ്ടത് And എങ്ങനെയാണ്? he said, even though I have faith, how do I use that faith to become a friend of God? എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ ജീവിതത്തിലെ പോരാട്ടങ്ങളെ, കോൺഫ്ലിക്റ്റുകളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? And even though I have faith, how do I use that faith to overcome the conflicts that come in my life? എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ ദീർഘക്ഷമയോടെ കർത്താവിന്റെ വരവിനെ നോക്കി എങ്ങനെയാണ് And കാത്തിരിക്കുന്നത്? even though I have faith, how do I use that faith to wait patiently for God? ഇത്രയും സബ്ജക്റ്റുകള് ഈ യാക്കോബിന്റെ ലേഖനത്തിൽ വിശ്വാസവും ഇതും പ്രായോഗിക ജീവിതവുമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. And this entire list of things is what we have studied and what we see the book of James teaching us. എന്നിട്ട് യാക്കോബ് അപ്പോസ്തലനെ എഴുതി And അവസാനിപ്പിക്കുകയാണ്. finally, when we come to the end of Apostle James's അദ്ദേഹം letter, പറയുന്നു, ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. he says, let me say one more thing. അത് വിശ്വാസവും പ്രാർത്ഥനയുമാണ്. Let me connect faith with your prayer. വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുവാൻ കഴിയുന്നത്, എങ്ങനെയാണ് ഫലപ്പെടുത്തുവാൻ കഴിയുന്നത്? And Apostle James goes on to describe how a person who has faith can integrate prayer into their life. ഈ യാക്കോബ് അപ്പോസ്തലന് നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അനേക കാര്യങ്ങളെ കുറിച്ച് അധ്യായത്തിൽ പറയുന്നുണ്ട്. And there is Apostle James is talking about so many things that you can do with your tongue. ഈ പുസ്തകത്തിൽ പറഞ്ഞു, This book says, അന്ന് നാവിന്റെ ലോവസ്റ്റ് യൂസേജുകളെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവ് കൊണ്ട് ഏറ്റവും താണ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. and in the previous chapters we see the Apostle James describing in what ways we can negatively use our mouth or use our tongue in the words that we say. പരാതി പറയാൻ പറ്റും, We can say complaints, കോപിക്കാൻ പറ്റും, we can ഗോസിപ്പ് പറയാൻ we can say പറ്റും, gossips. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ So we പറ്റും. can do so many negative things through our mouth. എന്നാൽ ഈ നാവ് കൊണ്ട് ചെയ്യാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഷയമാണ് പ്രാർത്ഥന. But the greatest thing that we can do with our tongue or with our mouth is to pray to God. ഇവിടെ അപ്പോസ്തലൻ പറയാണ്, Here Apostle James says, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. you must pray for those who are suffering. പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. It's talking about some particularities about prayer. ഒന്ന് 4 കാര്യങ്ങൾ പ്രാർത്ഥനയാ സാധിക്കുമെന്ന് അവിടെ പറയുന്നു. And it describes 4 things that can be accomplished through prayer. ഒന്ന്, പ്രാർത്ഥനയാൽ നമുക്ക് ആശ്വാസം ലഭിക്കും. First, we receive comfort through prayer. 2, പ്രാർത്ഥനയാൽ ഒരാളിനെ യഥാസ്ഥാനപ്പെടുത്താൻ പറ്റും. And second, we can establish a person through prayer. പ്രാർത്ഥനയാൽ ഒരാളിന് നമുക്ക് ഹീലിംഗ്, രോഗസൗഖ്യം ഉണ്ടാകാൻ പറ്റും. And through prayer, number 3, we can pray for divine healing in their bodies. പ്രാർത്ഥനയാൽ അസാധാരണമായ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ പറ്റും. And number 4, through prayer, we can see impossible miracles take place in our life. ഈ 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. Here it describes those 4 things. ഞാൻ അല്പം വിശദീകരിക്കാം. Let me explain that. 3 തരത്തിലുള്ള പ്രേയറിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. Talks about 3 different prayers in this passage. ഒന്ന്, കഷ്ടം അനുഭവിക്കുന്ന വ്യക്തികളായി പ്രാർത്ഥിക്കുക. He says first, those who are going through sufferings, they must pray. 2, അതുകൊണ്ട് പറ്റുന്നില്ല എങ്കിൽ സഭയിലെ പാസ്റ്ററെ, ഡീക്കന്മാരെ, മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കുക. And then he says, if that's not being effective, the second thing you should do is call the elders and the leaders of the church and ask them to pray for you. അത് മാത്രമല്ലെങ്കിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. And not only that, you ought to confess your sins amongst each other and pray with each other. ഈ മൂന്നാമത്തെ പ്രാർത്ഥന നമ്മുടെ കൂട്ടായ്മകളിൽ പലയിടത്തും സാധാരണമായി കാണാറില്ല. And this third type of prayer is oftentimes not seen in our churches. നമ്മുടെ ആരാധനയുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ നടത്തപ്പെട്ടിട്ട് ഒരാൾ വേറെ ആൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ വളരെ കുറവാണ്. And even during the times of worship, based on the leading of the Holy Spirit, a person goes to pray for another person. That is oftentimes seen very rarely in our churches. നമ്മുടെ ആ ചിന്താഗതി മാറണം. We need to change that today morning. ദൈവവചനം പറയുന്നു നമ്മൾക്ക് തന്നെ നമ്മുടെ വിഷയത്തിന് പ്രാർത്ഥിക്കാം. And the Bible says that we can pray for our own needs. 2, ദൈവത്തിന്റെ ദാസന്മാരെ വരുത്തി പ്രാർത്ഥിക്കാം. Second, we can call the servants of God to pray. ഒരു വിഷയമുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാസ്റ്റർമാരെ, അവിടെ മൂപ്പന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആമേൻ, ആരെ വേണമെങ്കിലും വിളിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിപ്പിക്കാം. And if you are going through an issue or a struggle, the word of God says to call the elders or the pastors or the leaders of that church and to ask them to pray with you. എന്നാൽ ദൈവ കൂട്ട
കൂട്ടായ്മയിൽ വരുമ്പോൾ നമ്മൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആത്മാവിൽ നടത്തിപ്പുണ്ടായാൽ അപ്പോൾ പോയി പ്രാർത്ഥിക്കുക. But even also during our fellowships, if we get a leading by the Spirit of God to pray for someone next to us, we ought to do that. അത് ശാന്തവും യോഗ്യവുമായി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. You just must do that in an orderly and a disciplined manner. പക്ഷെ അത് ചെയ്യാതിരിക്കരുത്. But don't go without doing that. എത്രയോ ജീവിതങ്ങൾ വിടുതൽ അനുഭവിക്കേണ്ടുന്നവര് വിടുതൽ അനുഭവിക്കാതെ രോഗികളായിട്ട് പോകുന്നതിന്റെ അല്ലെങ്കിൽ ഡെലിവറൻസ് പ്രാപിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ദൈവമക്കളായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന നമ്മൾ ഈ വക വിഷയങ്ങൾ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ്. And many times our people or the people that we come to our fellowships oftentimes go without receiving the deliverance or without receiving the healing that they need. It is because the children of God who are here oftentimes don't exercise that ability in that faith. പല സ്ഥലങ്ങളിലും ദൈവദാസന്മാർ അതിനെ എൻകറേജ് ചെയ്യുന്നതുമില്ല. And many churches, the pastors themselves don't encourage the രോഗസൗഖ്യം churches എന്റെ വകയല്ല. because healing is not my own. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ച ഒരാളിനെ സൗഖ്യമായി എന്ന് പറയുന്ന ക്ലെയിം നമുക്കത് പാടില്ല. And we should never have that thinking of that I should pray and people should get healed. ദൈവമാണ് സൗഖ്യമാക്കുന്നത്. It is God who heals the people. ദൈവമാണ് It പ്രവർത്തിക്കുന്നത്. is God who works in the lives of ദൈവം people. മഹത്വം മറ്റാർക്കും കൊടുക്കാൻ God ആഗ്രഹിക്കുന്നില്ല. does not share his glory with anyone. അതുകൊണ്ട് നമ്മളിൽ ആര് പ്രാർത്ഥിച്ചാലും അത് ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ദൈവം കേൾക്കും. And so if any one of us prays, if that is according to the will of God, God will listen. ഞാൻ അതിന് കണ്ടിട്ടുള്ള ഒരു തെളിവ് ഞാൻ പറയാം. Let me share an experience that I have seen. ഡൽഹിയിൽ പിന്നെ ഒരു ദൈവദാസന്റെ ശുശ്രൂഷ. A servant of God who ministers in Delhi, India. ആമേൻ. തോമസ് ജോർജ് അദ്ദേഹത്തിന്റെ ആ കൂട്ടായ്മ ദൈവം അദ്ദേഹത്തെ അയച്ചിട്ട് മറ്റ് ജാതികളായ ആളുകളാണ് ഇവിടെ വരുന്നത്. And Pastor Thomas George, who ministers there in his church, many of the people who are not Christian are the ones that come and experience his ministry. വളരെ മസ്സിവായിട്ട് ആളുകൾ സാറ്റർഡേ ഒക്കെ ആവുമ്പോഴത്തേക്ക് അവിടെ വന്നുകൂടുകയാണ്. And even Saturday night before Sunday service starts, a huge crowd of people come and waits at the church. അവർ വരുന്നു കഴിഞ്ഞിട്ട് അവിടെ സഭായോഗത്തിൽ നടക്കുന്നതായ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. And I want you to understand what all takes place during their Sunday service. ഈ ദൈവദാസന് 99% ദിവസങ്ങളിലും ആർക്കും വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാറില്ല. And 99% of the time this pastor does not lay his hands on anyone or pray. ഇത്രയ്ക്ക് വലിയ ക്രൗഡാണ് അവിടെ, അങ്ങനെ അതിനുള്ള അവസരമല്ല. Because it's such a huge crowd, he can't individually lay hands on people and പക്ഷേ ഈ pray. വരുന്നവരൊക്കെ ഒരു ചെറിയ കുപ്പി എണ്ണയും കൊണ്ടാണ് But വരുന്നത്. the people who come there, they come with a small bottle of oil. ഈ വരുന്നവർ തമ്മിൽ പലർക്കും വേണ്ടിയിട്ട് അങ്ങ് എണ്ണ പൂശി പ്രാർത്ഥിക്കുക. And what they do is amongst each other, they take this oil and pray. And for the ഭയങ്കര sick. രോഗസൗഖ്യമാണ് അവിടെ And നടക്കുന്നത്. that church, massive healings take അതിൽ place. ആരൊക്കെയാ വിടുതൽ പ്രാപിക്കുന്നൊന്നും ആർക്കും അറിയില്ല. And no one has any clue who all and how many people are being delivered. ദൈവമക്കള് മറ്റുള്ള ദൈവങ്ങൾക്ക് വേണ്ടി It's പ്രാർത്ഥിക്കുക. just the other children of God are praying for each other. ആമേൻ. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷയുടെ ആ ഘനമെന്ന് That പറയുന്നത്. is the kind of ministry that God desires to see in our churches. ദൈവം നമ്മളെ അതിനു വേണ്ടി And ഒരുക്കിക്കൊണ്ടിരിക്കുക. God is preparing this church for that. ആമേൻ. ദൈവത്തിന്റെ സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന The ശുശ്രൂഷയാണ്. ministry of the church or that takes place in the church is the one that is led by the Spirit of അതൊരു God. ഡിക്റ്റേറ്റോറിയൽ ആയിട്ടുള്ള ഒരു ഏകാധിപത്യ ശുശ്രൂഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. And I do not believe for 1 second that that is a ministry that to be done by one person or by in a എന്നാൽ dictatorial ഒരു manner. ഇടയനും അതിന്റെ അധികാരവും അതിൻ്റെതായ ക്രമങ്ങളും ഒക്കെ ഉണ്ട്. അത് പരിശുദ്ധാത്മാവിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് പരസ്പരം ഈൽഡ് ചെയ്ത് എല്ലാം ഭംഗിയായി But at നടക്കും. the same time, there is a spiritual authority and there is a matter to be submissive and yielding to one another. So if it is truly done by the Spirit of God, that will take place. കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. It says those who are suffering ought to pray. പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് ഇനി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. I know that we all have a good understanding of prayer, എന്നാൽ ഒരു ആത്മീയ യുദ്ധത്തിലാണ് നമ്മൾ. but we must understand we are in a spiritual battle. ആ യുദ്ധത്തിന് വേണ്ടി ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും And each step that we take in that battle, അതിനകത്ത് ഒരു ഫൈറ്റ് ബാക്ക് ഉണ്ടെന്നുള്ളത് ഓർത്തു we കൊള്ളണം. must remember that there is a resistance and a fight back. ആമേൻ. ഈ ദേശത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരാഴ്ച കുറച്ച് സമയം ഒന്ന് വേർതിരിച്ചു നോക്ക്. Oh, look and see, if you take 1 week to pray for souls to be saved and to know Jesus in this state, അന്നേരം അറിയാം അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. and that week you will know if there is really a resistance or an കുടുംബത്തില് attack. രക്ഷിക്കപ്പെടാതിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി Yes. നമ്മുടെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ കർത്താവെ അവരെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല. ഇടിവിൽ നിന്ന്
പോരാടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാട്ടെ. And pray, if you begin to pray for even some of your relatives who have not yet known Jesus, and if you not just a casual prayer, but if you really intercede and pray for them, then you will begin to feel the attack on your body. നിങ്ങളുടെ ഓരോരുത്തരുടെ പലരുടെയും വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് And for many of the needs that you have. ഞാൻ ശക്തമായി പ്രാർത്ഥിക്കുന്ന വീക്കുകളിൽ, And the weeks that I pray for each and every one of ഞാൻ you. പോരാടി പ്രാർത്ഥിക്കുന്ന There are വീക്കില് times when I battle and fight and pray for you. ചിലപ്പോഴൊക്കെ അനോയിന്റഡ് ആയിട്ട് വന്നിട്ട് ചില ജീവിതങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, And there are times when I feel that anointing to lay hands and pray. പലപ്പോഴും അതിന്റെ ഫൈറ്റ് ബാക്ക് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. And throughout the week I'm experiencing the fight back or the But resistance I am of not that. fearful. ഞാൻ ഭയപ്പെടുന്നില്ല. But I'm not fearful of that. എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ച Because പ്രാർത്ഥിക്കുന്നത്. if I pray according to the prompting that the Spirit of God gives me. അതുകൊണ്ട് എനിക്കറിയാം എന്റെ രാജ്യത്തിന് കേടുവരുവാൻ ഒരു സ്റ്റെപ്പാണ് മുമ്പോട്ട് വെക്കുന്നത്. And so I know that I am taking a step that can bring a great harm to the kingdom of the enemy. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ So when such in times like that, നമ്മൾ കൂട്ടായിട്ട് നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. we ought to pray together in unity. നമ്മൾ ഒരുമിച്ചാണ് പോരാടേണ്ടത്. We must fight together in unity. ഒരാൾ പ്രാർത്ഥിക്കാൻ വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ, The minute you see one person going towards another person to pray, ഉടനെ കഴിവുള്ളിടത്തോളം നമ്മുടെ കൈയും നീട്ടിക്കൊണ്ട് ആ ആളിനെയും പ്രാർത്ഥിക്കുന്ന ആളിനെയും യേശുവിന്റെ രക്തത്തിൽ കവർ ചെയ്തു വെച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കണം. at that point you also ought to stretch your hands and pray for the person who is being prayed for and the person who is praying, and cover them under the blood of Jesus. ദൈവസഭയിൽ ഒരു കാഴ്ചക്കാരായി ആരും മാറരുത്. No one should come here into the church of God as a mere spectator. ഒരാൾ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് മുന്നോട്ട് ഇറങ്ങുമ്പോൾ ആ ആള് പോയി ചെയ്തിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ മൗനമായിട്ട് അവിടെ ഇരിക്കരുത്. And when one person moves forward to do the ministry, none of us should sit there with the mentality that let that minister come back and sit there quietly. ആര് ചെയ്താലും നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? No matter who ministers, we have one goal. സാത്താന്റെ രാജ്യത്തിന് കേടുവരണം. The kingdom of the enemy must be destroyed. നമ്മുടെ കർത്താവിന്റെ രാജ്യം വളരണം. And the kingdom of God must grow. ദൈവ രാജ്യത്തിലുള്ള ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം. The people who are here must be delivered. അതാണ് എൻ്റെ ആഗ്രഹം. And that's my desire. അതാണ് നമ്മുടെ ഓരോരുത്തരുടെ That's the ആഗ്രഹം. desire that each and every one of us have. അതുകൊണ്ടാണ് ഒരാൾ ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് ആളിന് വേണ്ടുന്നതായ എല്ലാ ഉത്സാഹവും കൊടുക്കുന്നത്. എന്തിനാണെന്ന് അറിയാമോ? ആൾ ആരായാലും ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ജ്വലിക്കണം. And that's why when any person comes up to minister, I pray and I give all the support that I can for that ministry, because no matter who it is God who is working through that person. നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, When someone comes to pray up here, നിങ്ങൾ ഇവിടെ ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, when you come up to minister here, നിങ്ങൾ വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ എഴുന്നേറ്റ് when you come to നിൽക്കുമ്പോൾ, minister on Friday, എന്റെ ജീവിതത്തിലെ ആഗ്രഹം എന്ന് പറയുന്നതും ഞാൻ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നതും ദൈവത്തിന്റെ തീവചനങ്ങൾ നൽകി ദൈവമേ മാനിക്കണമേ എന്നാണ്. my prayer for each and every one of you is that God's Holy Spirit will place upon you the words of fire that will bring a deliverance upon the people. അത് സിമ്പിൾ വാക്കുകളായാലും Even if those are simple words, എന്നെ അത് ടച്ച് ചെയ്യും. that will touch people. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു എക്സാമ്പിൾ ഞാൻ Let പറയാം. me give you an example. Last Friday, സ്തോത്രം പ്രാർത്ഥനയിൽ നടക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുക. our children were praying. I don't want any children get offended. I'm just using an example. Amen. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോൾ പ്രാർത്ഥിക്കുകയാണ്. And young Paul prayed. അവന്റെ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, I know how much pain you suffered on the cross. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ അത് ഫീൽ ചെയ്യുന്ന പോലാണ് പ്രാർത്ഥിക്കുന്നത്. I know how much pain you suffered on the cross. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കുകയാണ്. ബൈബിൾ says seek first the kingdom of God. ഞാൻ വിചാരിച്ചു കുഞ്ഞിന് എന്തോ അറിയാം what is kingdom of God. പക്ഷേ അവൻ്റെ വാക്കുകൾ എന്നെ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും സാറ്റർഡേയിലും എല്ലാം ഇങ്ങനെ അത് പ്രഷർ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണെന്നറിയാമോ? ലോർഡ്, when I pray, do I really feel
the pain that Jesus suffered on the cross. And when the young boy prayed and the words that he said, those words really stirred my heart and touched me and made me question whether I'm able to feel the same way, the same passion that that kid was able to feel. ലേഖനം 1-2 നിന്നും ജോൺ ബ്രദർ നന്നായി വചനത്തിൽ സംസാരിച്ചു. And the servant of God ministered from the book of Ephesians chapter 1 and 2 very powerfully. പക്ഷേ ആ കൊച്ചു കുഞ്ഞിന്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ഈ ആഴ്ചയിൽ നന്നായി ഇത് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. But it was the simple words of that young boy's prayer that really stirred up my heart this week. ഇതാണ് ദൈവത്തിന്റെ ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. This is what God desires of his people. ഒരു പ്രാർത്ഥനാ വാക്കുകളായിരിക്കാം, It may be a word of prayer, ഒരു വചനമായിരിക്കാം, it may be just a ഒരു word, പാട്ടായിരിക്കാം. it may be just a song. ദൈവസന്നിധിയിൽ കടന്നു വന്ന മറ്റൊരാൾക്ക് എങ്ങനെയാണ് നാം എൻകറേജ്മെന്റ് ആകുന്നതെന്ന് അറിയില്ല. നമ്മൾ മൗനമായിരുന്നിട്ട് ഇറങ്ങിപ്പോയാൽ മറ്റുള്ളവരുടെ വിടുതലിന് കാരണമാകുകയില്ല. And we don't know how these things can encourage or comfort or help someone else, but if we remain quiet in the presence of God, that other person may lose their deliverance. ആമേൻ. ഒരാഴ്ചത്തെ ബാറ്റിൽ Oh, the 1 week battle. ആമേൻ നമ്മൾ wounded ആയിട്ടായിരിക്കും ചിലർ വരുന്നത്. So oftentimes we may come to the house of God wounded. ചിലർ ആത്മാവിൽ അവരുടെ സ്പിരിറ്റ് ക്രഷ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. Many times then people will come to the house of God crushed in their വളരെ spirit. ഡിഫീറ്റ് ഫീൽ ചെയ്തിട്ടായിരിക്കും വരുന്നത്. They may feel defeated in many areas of their പല life. തരത്തിലുള്ള ഇമോഷണൽ എക്സ്പീരിയൻസോടാണ് ജനം കടന്നു വരുന്നത്. And the people come with various emotional feelings and background. അവർക്ക് വിടുതൽ എവിടെ നിന്ന് ലഭിക്കും? Where will they receive their അവരെ deliverance? ആരാണ് തൊടേണ്ടുന്നത്? Who should touch them? ആരുടെ വാക്കുകളാണ് അവരെ ബലപ്പെടുത്തേണ്ടത്? Whose words should strengthen them? ആമേൻ. ആത്മാവിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുന്ന ദൈവ ജനത്തിന്റെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും വാചനങ്ങളുമാണ് അവരെ ബലപ്പെടുത്തി അയക്കേണ്ടുന്നത്. It is the words and the prayers and the messages that come from the children of God who pray in the Spirit. It is those words that strengthen and touch and comfort them. യെസ്, പാസ്റ്ററിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. Yes, the pastor has a responsibility. എന്നാൽ ഓരോരുത്തർക്കുമുണ്ട്. But also each and every person has a സഹോദരനെ responsibility സഹോദരിയെ ബലപ്പെടുത്തി അയക്കുവാൻ. to present your fellow brother and sister in strength. ആമേൻ. ഈ കാഷ്വാലിറ്റിയിൽ വന്നിട്ട് വൂണ്ടഡ് ആയി വരുന്ന ഒരാളിന് ചികിത്സ ലഭിക്കാതെ, സൗഖ്യം ലഭിക്കാതെ, ആശ്വാസം ലഭിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ എന്തിനിവിടേക്ക് വരണം? And if a person comes here wounded and hurt, and if they leave that place without receiving the healing and the comfort that they need, what is the point of them even coming? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, That's why I'm saying ഈ ലേഖനം എന്നെ വളരെ ചിന്തിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. this letter is making me really think. പ്രാർത്ഥന എന്ന് പറയുന്നത് Prayer is, ആമേൻ, നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുന്ന ഒരു ജീവിതത്തിന് ദൈവസഭയിൽ വരുമ്പോൾ അത് തീ കത്തുന്നതായി മാറണം. and if the family prays in their homes as a family, when they come to the church of God, that will be a fire in the presence of God. ആമേൻ. ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, When you come to the house of God, ആമേൻ, ഒരുക്കിയതുമായി വരുമ്പോൾ, when you come prepared, ആമേൻ, ആത്മാവിൽ തീ കത്തുന്ന ആരാധന, oh, in the worship where the fire of the Holy Spirit ആത്മാവിൽ falls, ദൂത് പറയുന്ന ആരാധന, oh, the worship where the Spirit of God ആത്മാവിൽ speaks, പ്രൊഫസി പറയുന്ന ആരാധന, in the worship where the Spirit of God prophesies, ആമേൻ. കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയപ്പെടട്ടെ. oh, that the children receive the Holy Spirit, ആമേൻ. പ്രായമുള്ളവർ ആത്മാവിൽ that the നിറയപ്പെടട്ടെ. older ones receive the Holy Spirit, ആത്മാവിൽ പാടട്ടെ. let them sing in the Spirit. ആമേൻ. നാവ് തന്നിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാനാണ്. And the greatest thing you can do with your tongue is to praise and to pray unto God. ഹല്ലേലൂയ. കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. Those who are suffering ought to pray. ആമേൻ. പ്രാർത്ഥനയാൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക്. We must go to the presence of God in prayer. പാട്ടുകാരൻ ഇങ്ങനെയല്ലേ This പാടിയിട്ടുള്ളത്? is the song is sing like this. ആ ഇംഗ്ലീഷ് പാട്ടിന്റെ വരികൾ ഇതാണ്: What a peace we often forfeit, what needless pain we bear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത വേദനകൾ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നതിന്റെ കാരണം, സമാധാനം അനുഭവിക്കാതെ സമാധാനം വിട്ടുകളയുന്നതിന്റെ കാരണം, നമ്മൾ പ്രാർത്ഥനയാൽ ഇത് കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലുന്നില്ല. And the songwriter writes like this: oftentimes we feel pain, and oftentimes we don't have the peace that we want. It is simply because we don't carry our needs and our issues to God in prayer. പാട്ടതാണ് പാടുന്നത്: What a friend we have in Jesus. And he goes on to say, what a friend we have in Jesus. യേശു എന്ന ഒരു സ്നേഹിതൻ നമുക്കുണ്ട്. He says we have a friend named ആ Jesus. യേശുവിന്റെ അടുക്കലേക്ക് നമ്മുടെ ബർഡൻസ് കൊണ്ടുവന്നാൽ, And he says we can go to him with our burden. നമ്മളെ സഹായിപ്പാൻ യേശു ശക്തനാണ്. And God is able to help us. ആമേൻ. ലോകത്തില് പലരും ഓടിപ്പോകുന്ന ഡ്രഗ്, ആൽക്കഹോള്, മറ്റു മുതലായ വിഷയങ്ങളുണ്ട്. അവർ
അവർക്ക് ഒരു ആശ്വാസം And കണ്ടെത്താൻ. many people find comfort in things like drugs, alcohol, and other things of this world. എന്നാൽ സ്നേഹിതാ ഞാൻ പറയട്ടെ, But let me tell you, dear one, ആമേൻ, ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുക്കൽ പോകുന്നതിനേക്കാൾ, more than going to a psychiatrist, ഒരു ഫാമിലി കൗൺസിലറിന്റെ അടുക്കൽ പോകുന്നതിനേക്കാൾ, more than going to a family ഈ counselor, ലോകത്തിലുള്ള ഏതൊരു വ്യക്തിയുടെ അടുക്കൽ പോകുന്നതിനേക്കാൾ, more than going to any other person in this world, നീ ജീവിതത്തിൽ കടന്നു പോകുന്ന വിഷയങ്ങളുമായിട്ട് യേശുവിന്റെ അടുക്കൽ ചെല്ലുക. go to Jesus with the problems and the struggles in your life. യേശുവിന് സമാധാനം തരുവാൻ കഴിയും. Jesus can give you peace. യേശുവിന് നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ കഴിയും. Jesus can deliver your family. യേശുവിന് നിന്നെ മാനിക്കുവാൻ കഴിയും. Jesus can honor you. യേശുവിന് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയും. Jesus can bring the solution to any of your problems. ആമേൻ, നിന്റെ നിത്യ ജീവൻ തന്ന് നിന്നെ സ്വർഗ്ഗത്തിന് അവകാശിയാക്കുവാൻ കഴിയും. And he can give you eternal life and make you an inheritance of the heavenly kingdom. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, Let me say one more time. യേശുവിന്റെ അടുക്കൽ ചെന്ന് മുട്ടുകുത്തിയാൽ, If you bow your knees before Jesus, ലോകത്തിൽ ഒരാളിന്റെയും മുമ്പിൽ മുട്ടുകുത്തേണ്ടി you വരത്തില്ല. will never have to bow your knees in front of anyone in this world. ആമേൻ, ഏറ്റവും നല്ല സ്ഥലം ദൈവത്തിന്റെ അടുക്കൽ മുട്ടുകുത്തുക The എന്നുള്ളതാണ്. best place to bow your knees in prayer and ask for help is in the presence of Jesus. ഹല്ലേലൂയ. Amen. ഇനിയും പറയുന്നു, കഷ്ടം അനുഭവിക്കുന്നവർ And പ്രാർത്ഥിക്കട്ടെ. then it says, those who are suffering, pray. നിങ്ങളിൽ ഒരുവൻ ദീനമായി കിടക്കുന്നുവെങ്കിൽ And then it says, one of you are sick, സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. call the elders of the church. എന്നിട്ട് ഇങ്ങനെ വായിക്കുന്നു, And then it reads like this, അവൻ കർത്താവിന്റെ നാമത്തിൽ അവരെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. and in the name of the Lord pray and anoint him with oil. എന്നാൽ കർത്താവ് അവനെ അധീനക്കാരനെ രക്ഷിക്കുകയും കർത്താവിനെ എഴുന്നേൽപ്പിക്കും. And the Lord will save the sick and raise him up. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കും. And if he has done any sin, God will forgive him. രണ്ടാമത്തെ വിഷയം അതാണ്. The second thing is that ചില രോഗങ്ങൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, there are certain sicknesses that come naturally into our എന്നാൽ life. ചില രോഗങ്ങൾ വരുന്നത് ആമേൻ പാപത്തിന്റെ ഫലമായി ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത് കൊണ്ട് വരുന്നത്. But there are also other sicknesses that come as a result of the sins that we have done and God disciplining us. ചില തിയോളജിമാർ ചലഞ്ച് ചെയ്തേക്കാം. And some theologians challenge എന്നാൽ that. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, But in the book of 1 1 Corinthians 11 പറയുന്നു, 1 Corinthians 11 it says like ഇവൻ this. തിരുവത്താഴ കർത്താവിന്റെ ശരീരം പോലും അയോഗ്യമായി ഭക്ഷിച്ചാൽ നിങ്ങൾ പലരും രോഗികളായി തീരുമെന്ന് പറയുന്നു. And it says, if you partake of the Lord's table in an unworthy manner, that is causing judgment upon you, and because of that, some of you will result in sickness. യേശു ചില രോഗികളെ സൗഖ്യമാക്കിയത് അവരുടെ പാപം ക്ഷമിച്ചു കൊടുത്തപ്പോൾ രോഗം സൗഖ്യമാകുകയായിരുന്നു. And even in the life of Jesus, we see that certain people, they were healed when Jesus forgave them of their sin. ജീവിതത്തിൽ പലപ്പോഴും പാപങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. There are oftentimes sicknesses that we experience as a result of the sins that we have done. ദൈവം മുമ്പാകെ അത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമ പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ക്ഷമ ലഭിക്കുമ്പോൾ നമ്മുടെ രോഗത്തിന് സൗഖ്യം ലഭിക്കും. And if we confess those sins and ask God for forgiveness, that's when we will receive healing for those things. ആമേൻ. വചനം അതാണ് നമ്മളെ That's what പഠിപ്പിക്കുന്നത്. the word of God teaches us. ആമേൻ. മൂപ്പന്മാർ വരുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേക സിദ്ധി ഉണ്ടായിട്ടല്ല. And the elders are coming to pray not because God has given them some special ability. അവർ വരുന്നത് ഈ വ്യക്തിയോട് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞ് അവനെ ഒരുമിച്ച് സഹായിച്ച് അവന് ദൈവത്തോട് പാപം ഏറ്റുപറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവനെ സൗഖ്യമാക്കുകയാണ്. And the elders of the church come there to teach them the word of God, to explain to them and to pray with them, and it is God who comes down and heals them. 32 സങ്കീർത്തനത്തിൽ ഞാൻ തെളിവ് തരാം. Let me give you a proof from the Psalms 32. ദാവീദ് ഇങ്ങനെ പറയുന്നു, David says like this, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. the one whose sins are forgiven and remembered are no more are blessed. എന്നിട്ട് പറയുന്നു, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. And he says, the times that I kept quiet, my bones withered away. രാവും പകലും നിന്റെ കൈ എനിക്ക് ഭാരമായിരുന്നു. And he says, your hand was heavy upon me day and night. എന്റെ മഞ്ഞ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. And my vitality was turned into the droughtness of summer. പാപം ചെയ്തിട്ട് മൗനമായി ഇരിക്കുമ്പോഴത്തെ കാര്യമാണ്. It is talking about what happens without confessing the sins that we have done. പക്ഷേ ദാവീദ് പറഞ്ഞു, Then David said, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. I confess my sins to എന്റെ you. ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. I said I will confess my transgressions to the Lord. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു.
വന്നു. And at that point you forgave the iniquity of my sin. എന്നിട്ട് ദാവീദ് പറയുക, And then David goes on to say, ഇനി പെരുവെള്ളം കവിഞ്ഞു വന്നാൽ അത് എന്നെ കവിയുകയില്ല. oh, even if the floods come, they will not overcome. നീ എനിക്ക് മറവിടമാകുന്നു. You will be my hiding നീ എന്നെ place. കഷ്ടത്തിൽ സൂക്ഷിക്കും. You shall preserve me from trouble. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് എന്നെ നിറയ്ക്കും. You shall surround me with the songs of deliverance. ആമേൻ. എന്നെ ഉപദേശിച്ച് നടത്തും. You will teach me and നിന്റെ instruct ദൃഷ്ടി me. എന്റെ മേൽ വെക്കും. Your eye will guide me. പാപം ഏറ്റുപറഞ്ഞ് The minute we confess the sin, ദൈവത്തോട് the ക്ഷമയോദിക്കുമ്പോൾ minute we ask God to നമ്മുടെ forgive us, ജീവിതത്തിലെ വിഷയങ്ങൾക്ക് വിടുതലാണെന്നാണ് ദൈവം the പറയുന്നത്. word of God says that's when we experience the deliverance in our അത് life. രോഗമായിക്കൊള്ളട്ടെ, Whether that be sickness, whether പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, that be other struggles, വലിയ മതില് പോലെ കടന്നു വരുന്ന വെള്ളത്തിന്റെ തിരമാലകളായിക്കൊള്ളട്ടെ, and it may be like struggles and problems that are coming like a flood. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ But if you confess your sins and pray, ദൈവം വിടുതലായിരിക്കും. God will deliver. പലർക്കും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. Many do not know how to confess their ദൈവത്തോട് sins and pray. കൺഫസ് ചെയ്യുന്നത് ഒരു പോരായ്മയായി Many കണക്കാക്കുന്നവരുണ്ട്. consider that like as a weakness or a shortcoming. എന്നാൽ കരയാൻ പറ്റിയ സ്ഥലം ദൈവസന്നിധിയാണ്. But the best place to cry അവിടെ is the ചെന്ന് presence of ദൈവത്തോട് God. പറഞ്ഞ ദൈവം വേറെ ആരോട് ഷെയർ If we ചെയ്യില്ല. share that with God, God won't share that with anyone else. ദൈവം അത് ക്ഷമിച്ചു തരും. God will forgive that. ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. And God will raise us up from ദൈവം നമുക്ക് there. സൗഖ്യം തരും. And God will heal ദൈവം us. നമ്മളെ ബലപ്പെടുത്തും. God will strengthen us. അവിടെ പറയുന്നു prayer of faith എന്ന് പറഞ്ഞ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന. And then it goes on to say that there must be a prayer of faith. 1 യോഹന്നാൻ 5 ഇങ്ങനെ വായിക്കുന്നു. 1 John chapter 5 it reads like അതിന്റെ this. 14 15 Verse 14 and 15. ഇങ്ങനെ വായിക്കുന്നു. It reads like this. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. Now this is the confidence that we have in him, that if we ask anything according to his will, he hears us. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചുവെന്നും അറിയുന്നു. And if we know that he hears us, whatever we ask, we know that we have the petitions that we have asked of him. നമ്മൾ ദൈവസന്നിധിയിലാണ്. ദൈവത്തിന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ When we come to the presence of God, വളരെ ഉറപ്പോടും നിശ്ചയത്തോടും കൂടെ we must have a confidence. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള നിശ്ചയത്തോടു കൂടെ We must have the confidence that God is actually hearing my prayer. നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ When we pray, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. God will hear our prayer. എനിക്ക് അനേക വാക്യങ്ങൾ നിരത്തി വെക്കുവാൻ കഴിയും. സമയക്കുറവുകൊണ്ട് ഞാൻ മുന്നോട്ട് I പോകുകയാണ്. have many verses to present, but because of the lack of time, I'm moving forward. ആമേൻ. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ When God comes into our life, നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം തരുന്ന ഒരു He's a ദൈവമാണ്. God who answers our നമ്മൾ prayer. സേവിക്കുന്ന ദൈവം നമ്മളെ മൗനമായിരിക്കുന്ന ദൈവമല്ല. Our God that we serve is not a God that remains വേദപുസ്തകത്തിൽ quiet. അനേക തെളിവുകൾ നമുക്കുണ്ട്. There are many evidences of that in the Bible. ഭക്തന്മാരുടെ ജീവിതത്തിൽ In നിന്നുണ്ട്. the life of the children, many നമ്മുടെ servants of God. വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. Even in our own life, we have 1-2 experienced that. എക്സാമ്പിളുകൾ ഞാൻ നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി Let പറയാം. me share a couple examples for your ഞാൻ encouragement. ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് When I was reading this, ഹഡ്സൺ ടൈലറിന്റെ ചരിത്രം I വായിക്കുകയായിരുന്നു. was reading the history of Hudson Taylor. ചൈനയിലേക്ക് മിഷണറിയായി പോയ ഹഡ്സൺ ടൈലർ Oh, he was a missionary that went to China. ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്തു പോകുമ്പോൾ And while he was traveling, അന്ന് നിങ്ങൾക്കറിയാം 1853 ഈ പാക്കപ്പലിലാണ് യാത്ര ചെയ്യുന്നത്. and in that time, back in the 1850s, that they The traveled master ship. through the sail ship. ആമേൻ. അതില് കാറ്റിന്റെ ഡിറക്ഷൻ അനുസരിച്ച് അത് And പോകുന്നത്. that ships only move based on the wind. അദ്ദേഹം പോയിക്കൊണ്ടിരുന്ന ഷിപ്പ് But in the ship that he was in, ആ ഇന്തോനേഷ്യൻ മലയെ ആ ചാനലിൽ and എത്തിക്കഴിഞ്ഞപ്പോൾ once they reached the Indonesian channel, സുമാത്ര ദ്വീപിന്റെ സൈഡിലെത്തിയപ്പോൾ and once they reached near the island of Sumatra, യാതൊരു വിൻഡുമില്ല. there's no wind there. അത് വളരെ അത് ഡ്രിഫ്റ്റ് ചെയ്യുവാനായി തുടങ്ങി. And ചെറിയ that ship began to drift. അവർക്ക് പോകേണ്ട ഡിറക്ഷനിൽ ഒരു വിൻഡ് കിട്ടുന്നില്ല. And they're not able to get a wind in the direction that they need to travel. എതിരായിട്ട് അത് ഡ്രിഫ്റ്റ് ചെയ്തു And പോവുകയാണ്. the ship is now drifting in the അങ്ങനെ opposite ഏകദേശം direction. ഒരു ദിവസത്തോളം അത് ഡ്രിഫ്റ്റ് ആയി. And that was drifting for about a day or so. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ വന്ന് പറഞ്ഞതായിട്ട് ഹഡ്സൺ ടൈലറിന്റെ ആത്മകഥയിൽ And in എഴുതിയിരിക്കുകയാണ്. the autobiography of Hudson Taylor, it talks about what the captain came and said ക്യാപ്റ്റൻ to him. വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ടൈലർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഡോറിൽ മുട്ടി. And the captain came and knocked on the door and said, Mr. Taylor. അദ്ദേഹം ഡോർ തുറന്നു. When Hudson Taylor opened the door, ആ ചെറിയ ക്യാബിൻ പോലുള്ള അതിന്റെ ഡോർ തുറന്ന് ഞാൻ എന്താന്ന് ചോദിച്ചു. and he opened the door and asked the captain, what is it that you need? ഞാൻ ഒരു ദിവസമായിട്ട് യാതൊരു വിൻഡുമില്ല,
ഡ്രിഫ്റ്റ് ചെയ്തു പോകുന്ന ഇത് ചെന്നെത്താൻ പോകുന്ന ഐലൻഡ് എന്ന് പറയുന്നത് ഒരു മോശമായ ഐലൻഡാണ്. അവിടുത്തെ ആളുകൾ നമ്മുടെ കപ്പൽ കൊള്ളയടിക്കും. അവിടെ നരഭോജികളായ കാനിബൽസ് ആയിട്ടുള്ളതായ ആളുകളാണ്. ആ ഐലൻഡിലേക്ക് ഷിപ്പ് പോയാൽ അപകടമാണ്. And he says right now we have been traveling without wind for about a day and a half, and we are drifting towards an island. That island is very dangerous. If we go to that island, the people of that island are cannibals. They will rob our ship and they will hurt us. അദ്ദേഹം ചോദിച്ചു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? And so Hudson Taylor said, what is it that you want me to do? ക്യാപ്റ്റൻ പറഞ്ഞു, നിങ്ങളൊരു ദൈവ മനുഷ്യനാണെന്നും ഒരു പ്രാർത്ഥിക്കുന്ന ആളാണെന്നും ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാനായി പറയാൻ വന്നതാണെന്ന് പറഞ്ഞു. And the captain said, I heard that you are a servant of God and that you are one who prays to God. I came here to ask you if you can pray to God. ഹഡ്സൺ ടൈലർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പായ് വലിച്ചു കെട്ടിക്കോളാൻ പറഞ്ഞു. And so Hudson Taylor, if that's the case, let down the sail. ക്യാപ്റ്റൻ പറഞ്ഞു, ഒരു കാറ്റ് കാണാതെ എങ്ങനെ പായ് വലിച്ചു കെട്ടുന്നത്? And the captain asked, how can I let down the sails without ഇവിടെ any wind? ഇരിക്കുന്നവർ എന്നെ ഭോഷൻ എന്ന് പറയില്ലേ? People on the ship will consider me a fool. അദ്ദേഹം പറഞ്ഞു, നീ പായ് വലിച്ചു കെട്ടാമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. Hudson Taylor told him, if you can let down the sails, I'll pray. ക്യാപ്റ്റൻ കുറച്ചു നേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു, ശരി ഞാൻ പായ് വലിച്ചു കെട്ടാമെന്ന് And പറഞ്ഞു. after the deliberating for some time, the captain finally decided to do that. ഹഡ്സൺ ടൈലർ കതകടച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. Hudson Taylor closed the door and began to pray in his little room. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഡോറിൽ വീണ്ടും അത് മുട്ടുന്ന ശബ്ദം കേട്ടു. And after 45 minutes, Hudson Taylor heard a knock on his door again. ഈ ക്യാപ്റ്റൻ വന്ന് വീണ്ടും വിളിക്കുകയാണ്. This captain is calling him again. ക്യാപ്റ്റൻ പറഞ്ഞു, പ്രാർത്ഥന നിർത്താൻ പറഞ്ഞു. The captain said, stop the prayer. എന്താ കാര്യം എന്ന് ചോദിച്ചു. The Hudson Taylor said, what's the reason? അദ്ദേഹം പറഞ്ഞു, ഈ വേണ്ടുന്നതിലും അധികമായ കാറ്റായി, ഇനി ഇത്രയും വലിയ കാറ്റ് കൊണ്ട് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥന നിർത്താൻ പറഞ്ഞു. And the captain said, we got more than enough wind than we needed. Now we don't know what to do with all this wind, so stop the prayer. ഹഡ്സൺ ടൈലർ കള്ളം പറയുമെന്ന് ഞാൻ I വിശ്വസിക്കുന്നില്ല. don't believe the man of God, Hudson Taylor, would lie. ആമേൻ. 45 മിനിറ്റ് കൊണ്ട് ദൈവത്തിനൊരു കാറ്റയക്കുവാൻ മുട്ടിന്മേൽ നിന്ന് ഒരു ഭക്തനെ മാനിച്ചെങ്കിൽ നാം സേവിക്കുന്ന ദൈവം അതേ ദൈവം തന്നെയാണ്. And if God heard the prayer of Hudson Taylor and answered that prayer within 45 minutes, that is the same God that we serve. ആമേൻ. എത്രയോ സന്ദർഭങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. How can we can say that about our own lives as well? ആമേൻ. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നിങ്ങളോട് ഒരിക്കലായി ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. Let me share things from my own personal life. ആമേൻ. 93 ഞാൻ ഈ ജോലി എടുത്ത് ഡെലിവറിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ, And in 1993, when I took the job here in Delaware, ആമേൻ, എൻ്റെ ജോലി ന്യൂജേഴ്സിയിൽ നഷ്ടപ്പെട്ട് ഞാൻ ന്യൂയോർക്കിൽ ഒരു ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ എന്നോട് ആലോചന പറഞ്ഞത്. നിനക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്ന ദൈവദാസനാണ്, അദ്ദേഹം ന്യൂയോർക്കിൽ വന്നു, ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്ന ഒന്നാണ്. അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ഒരു സ്റ്റേറ്റ് വിട്ടിട്ട് ഒരു ജോലിയുടെ വഴികൾ ദൈവം ഒരുക്കുന്നു, അത് വേഗത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. And in I had just lost my job in New Jersey, and I was attending a church in New York. And at that time, the same man of God who came here to our church last week, at that time, that was the first time I saw him, and he came upon me and prophesied to me, saying that God is going to take you to a different state and provide a job for you there. ഇവിടെ ഡെലിവറിലുള്ള ജോലി ഞാൻ എടുത്തു. And so, based on that prophecy, God opened, and I came to Delaware. ഞാൻ ഇവിടേക്ക് മൂവ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ, And I got ready to move to Delaware. എന്നോട് ഇവിടെ ന്യൂയോർക്കിൽ ആരാധിക്കുന്ന മറ്റൊരു വിശ്വാസിയായ ഒരു സ്നേഹിതന് അവിടേക്ക് എന്നെ യാത്ര അയച്ചു വിടാനായിട്ട് വന്നു. And another believer who I was attending our church in New York came to my house to say goodbye to me. ഞങ്ങൾ ഒരല്പസമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. And we prayed for some time there. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവാത്മാവ് എന്നെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. And he's saying, the Spirit of God is showing me a revelation. പോകുന്ന സ്ഥലത്ത് നീ ചെന്ന് അധിക ദിവസമാകുന്നതിന് മുമ്പ് നിനക്കായിട്ട് കൂട്ടമായിട്ട് രേഖ എഴുതി നിന്നെ അവിടെ നിന്ന് പറിച്ചു മാറ്റാനായിട്ട് പദ്ധതികൾ ഉണ്ടാകും. And he said prophetically, saying that when you step into that job, after some time there will be people in that workplace that will write a specific letter against you and to cause you to lose your job. എന്നാലും നീ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ 3 നേരം ദിവസവും പ്രാർത്ഥിച്ചു കൊള്ളണം, ആ രേഖ ദൈവം മാറ്റി എഴുതിക്കുമെന്ന് പറഞ്ഞു. But he said, if you pray like Daniel 3 times a day, God will do a miracle and turn that letter around. ഞാൻ ഡെലിവറിൽ വന്ന് ജോലി എടുത്തു. So
I came to Delaware. അന്നത്തെ എൻ്റെ അറിവനുസരിച്ച് ഒരു വലിയ പ്രസ്ഥാനത്തിൽ നിന്നൊരു ചെറിയ സ്ഥലത്തേക്ക് വന്നതുകൊണ്ട് ജോലിയുടെ കാര്യത്തിൽ ആർക്കും എന്നെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് എനിക്കറിയാം. And I knew because I came from a much bigger company and going into a smaller company, I knew that they would not be able to just dismiss me like that. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. Let me continue quickly. 2-3 ആഴ്ചകൾ കഴിഞ്ഞു. After 2 or 3 weeks, എൻ്റെ ബോസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, my boss called me. എന്നെ ഇവിടെ പരാതി ലഭിച്ചിരിക്കുന്നു. He said, and they said, we have received a complaint against you. 4-5 പേജുണ്ട്. And that had about 4 or 5 ഇങ്ങനെ pages. കാണിച്ചു. And they showed me the one complaint. line ഷീറ്റിൽ ഒരു 4-5 പേജ് പരാതി എഴുതിയിരിക്കുകയാണ്. സ്റ്റാഫ് എല്ലാം കൂടെ ചേർന്ന് എഴുതിയിരിക്കുകയാണ്. And the staff of that place wrote about 4 or 5 pages worth of complaints. ഒരുപാട് accusations ഉണ്ട്. They put a lot of accusations against me. ആമേൻ. അത് അവർ പറഞ്ഞു, ഞങ്ങൾ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് തീരുമാനിച്ചേ പറ്റൂ. And the boss told me we must decide what we must do next. എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. And I thought in my mind, എന്നോട് പറഞ്ഞാ വിട്ടിരിക്കുന്നത്. God already told me about this before I came. എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം. And I already know what I need to do. അല്പം പോലും ആടിയില്ല. I did not even അല്പം പോലും റിയാക്ട് ചെയ്തില്ല. I didn't even react for 1 second. ക്രിസ്ത്യാനി ഹോസ്പിറ്റലിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. 12 മണിയാകുമ്പോൾ ക്രിസ്ത്യാനി ഹോസ്പിറ്റലിലെ ചാപ്പലിൽ ഞാൻ ചെല്ലും, ഞാൻ പ്രാർത്ഥിക്കും. വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കും. 30 ദിവസം 3 നേരം വീതം ഞാൻ പ്രാർത്ഥിച്ചു. And from that point on, every morning before I went to Christiana Care for work, I prayed. In 12 o'clock, exactly at 12 o'clock, I would go to the chapel and pray. And then in the evening time, I would come back home and pray. And that for 30 days, I prayed 3 times a day. ഇതിനിടയ്ക്ക് ആമേൻ അവരുടേതായ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് 90 ദിവസത്തിന് പ്രവേശനം മുമ്പ് ഒരു എഴുത്ത് തന്നെങ്കിൽ എന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റൂ. അതിന് മുന്നോടിയായിട്ട് അഡ്മിനിസ്ട്രേഷൻ എനിക്കൊരു എഴുത്ത് തന്നു. ആമേൻ 90 ദിവസത്തിനുള്ളിൽ ആക്ഷൻ ആയിരിക്കുന്നത് കൊണ്ട് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. And even within this 30 days, I had received another letter from the administration saying that because complaints have been said against you, we are going to take action. ആ എഴുത്തും മേടിച്ചു. I took that letter. അത് ഞാൻ കയ്യിൽ കൊണ്ടുവന്ന് വെച്ചു. I took that in my hand. അത് ഞാൻ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും അതിന്റെ മേലും കൈവച്ചു. And then I placed my hands on that letter and prayed morning, afternoon, and evening. ആമേൻ. ഞാൻ ഇനി വേഗത്തിൽ പറയാം. Let me continue quickly. ആമേൻ. പ്രാർത്ഥന ചൂടോടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. And as I was continuing fervently in prayer, അതിനനുസരിച്ച് എന്നെ ഡെലവേറിൽ നിന്ന് പറഞ്ഞു വിടാൻ ശത്രുവും ശക്തമായി and the പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. enemy worked very hard to take me from the state of ഞങ്ങൾ Delaware. രണ്ടും കൂടെ ഉള്ള പോരാട്ടമാണ്. It was a battle between me and the എനിക്ക് enemy. ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറയാൻ ദൈവമക്കളില്ല. And at that time, we didn't have a church for children of God. ഞങ്ങൾ കുടുംബമായിട്ട് പോരാടിക്കൊണ്ടിരുന്നു. As a family, we were praying by ourselves. അതിനുശേഷം വാഷിംഗ്ടൺ DC-യിൽ നിന്ന് അവര് ഒരാളിനെ, ഈ ഫീൽഡിലുള്ള ഒരാളിനെ, ഏറ്റവും മുകളിലുള്ള ഒരാളിനെ എന്നെ ഇവാലുവേറ്റ് ചെയ്യുവാനായി കൊണ്ടുവന്നു. And at that point, they called a person who was known in this field of and from Washington DC, and they called them to evaluate me. ഡോക്ടർ മാർഗരറ്റ് നെൽസനും അതിന്റെ അസിസ്റ്റന്റും കൂടെ DC-യിൽ നിന്ന് ഇവിടെ വന്ന് ക്രിസ്ത്യാനി ഹോസ്പിറ്റലിൽ 3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. And Dr. Margaret Nelson and her assistant came to evaluate me and stayed at Christiana Care Hospital for 3 days. അത് കഴിഞ്ഞതിന് ശേഷം And after that point, അവർ എഴുതി കൊടുത്തു. they wrote a letter. ആമേൻ. ഇവനല്ല പ്രോബ്ലം, ഇവിടെ ഉള്ളവരാണ് They പ്രോബ്ലം. wrote a letter saying he's not the problem, the rest of the staff is the problem. ആമേൻ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ After 1 week, ഒരു എഴുത്ത് എനിക്ക് മടക്കി കിട്ടി. I got another letter. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ രേഖയും തിരുത്തി എഴുതിക്കൊണ്ട് They took away and they moved away all the complaints that were against me. ഞാൻ പറയുന്ന ദൈവം വിശ്വസ്തനാണ്. I'm telling you that this God is ആമേൻ. faithful. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. This God is still living. ആമേൻ. ഹഡ്സൺ ടൈലറിന്റെ ദൈവം എന്റെയും Oh, ദൈവമാണ്. the God of Hudson Taylor is also ഈ my ദൈവം God. നമ്മുടെ ദൈവമാണ്. This God is our God. ആർക്കെതിരെ എഴുതിയാലും ആരുടെ നേരെ പദ്ധതിയിട്ടാലും നമ്മളെ വിടുവിക്കുവാൻ ശക്തനായവനാണ് And no ദൈവം. matter who all comes against us in the battlefield of prayer, God is able to help us. ഞാൻ 1-2 നിമിഷം കൊണ്ട് ഇവിടെ പറയട്ടെ. Let me continue. ഈ വചനം പറയുന്നു. This word says, ആമേൻ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. Elijah is an ordinary man just like us. അവൻ ദേശത്ത് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു. He prayed that there would be no rain in the land. എന്തുകൊണ്ടാ സമസ്വഭാവം? Oh, why is he ordinary like us? അവൻ നമ്മളെ പോലെ വിശന്നു. He was hungry like us. അവൻ നമ്മളെ പോലെ ഭയപ്പെട്ടു. He was fearful like us. അവൻ നമ്മളെ പോലെ ഗിവ് അപ്പ് ചെയ്തു. He gave up like us. അവൻ നമ്മളെ പോലെ പേടിച്ചോടി. He ran fearfully like നമ്മുടെ us. ജീവിതമായിട്ട് എടുത്തു നോക്കിയാൽ നമ്മളൊക്കെ പരാജയപ്പെടുന്ന പല മേഖലകളിലും പരാജയപ്പെട്ട ഒരാളാണ് ഏലിയാവ്. And Elijah, if you compare our lives, we see that
he is someone who had some of the similar failures that we have in our own life. ഞാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് The അറിയാമോ? reason why I say this, വചനം പരിശുദ്ധാത്മാവ് പറയുകയാണ്. The Holy ഇവിടെ Spirit ഇരിക്കുന്ന നമുക്കൊക്കെ തോന്നും ഏലിയാവ് ഒരു വലിയ മനുഷ്യനായിരുന്നു, നമ്മളൊന്നുമില്ലാത്തത് കൊണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ച് തീയിറങ്ങി നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ തോന്നിയാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് നമ്മളോട് പറയുകയാണ് ഏലിയാവ് നമ്മളെ പോലുള്ള ഒരു മനുഷ്യൻ. and when we read the scriptures, we may think that, oh, Elijah was a great prophet and he was able to do those things. We're just ordinary people. We won't be able to do that. But this morning the Spirit of God is saying Elijah is an ordinary person just like you. അവൻ പ്രാർത്ഥിച്ചപ്പോൾ When he prayed, ആമേൻ ദേശത്ത് മഴ പെയ്തില്ല. there was no rain in the land. അവൻ പ്രാർത്ഥിച്ചപ്പോൾ And when he prayed, പിന്നീട് മഴ പെയ്തു. again he began to ആമേൻ rain. ദൈവം പ്രാർത്ഥന കേട്ടു. God heard his prayer. പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ആമേൻ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who hears the prayer of all those who pray unto him. ലൂക്കോസിന്റെ സുവിശേഷം 18 ഇങ്ങനെ പറയുന്നു. Luke's Gospel chapter 18 says like this. തനിക്ക് വേണ്ടി രാപ്പകൽ ആ സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് വിവരിക്കുന്നില്ല. And because we all know that scripture, I'm not describing that in detail. താനോട് രാപ്പകൽ നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം It's കേൾക്കുന്നു. just there those who cry out to God day and night. He's a God who hears their prayer. അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് He's a പ്രവർത്തിക്കുന്നു. God who comes down and does miracles for them. യോഹന്നാന്റെ സുവിശേഷം 15:7 ഇങ്ങനെ വായിക്കുന്നു. John's Gospel chapter 15 we read like this. നാമത്തിൽ എന്തപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് നൽകി തരും. Whatever you ask in my name, I will grant it unto you. ആമേൻ 14:13 ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ 14:13 John's Gospel chapter 14 നിങ്ങൾ verse എന്റെ 13. നാമത്തിൽ എന്തപേക്ഷിച്ചാലും He says whatever you ask in my name, പുത്രനില് ദൈവം മഹത്വപ്പെടണം, പിതാവ് മഹത്വപ്പെടേണ്ടതിന് അത് നൽകി തരും. in order so that the Father may be glorified through the Son, I will grant it to you. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. And so do not നിങ്ങൾ lack in prayer. പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുണ്ട്. There are many things you may be praying നമുക്ക് about. എല്ലാവർക്കും വിശ്വാസമുണ്ട്. We all have faith. എന്നാൽ വിശ്വാസത്തിന് ഈ ദിവസങ്ങളിൽ കാലും കൈയും വെക്കണമെങ്കിൽ മുട്ടിന്മേലിരുന്നേ But മതിയാകൂ. these days, if our faith needs to be practical in our lives, we must bow our knees in prayer. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി We വരാം. must come back to our prayer ആമേൻ. life. ദൈവത്തോട് പ്രാർത്ഥിക്കാം. We must pray to God. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദേശത്ത് പ്രവർത്തിക്കട്ടെ. That God answer our prayers and do great things. in ദൈവം this day. ആത്മാക്കളെ തരട്ടെ. That God give us souls. നമ്മുടെ വിഷയങ്ങൾക്ക് മാത്രമല്ല, Not just for our needs. നമ്മുടെ രോഗത്തിന് മാത്രമല്ല, Not just for our ഈ sicknesses. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. But to pray for this land. ആത്മാക്കൾക്ക് വേണ്ടി To പ്രാർത്ഥിക്കാം. pray for the people of this കുഞ്ഞുങ്ങൾ land. ആത്മാവിൽ നിറയപ്പെടാൻ To പ്രാർത്ഥിക്കാം. pray to receive the നമ്മുടെ baptism of the Holy പ്രിയപ്പെട്ടവർ Spirit. ഗിഫ്റ്റുകൾ പ്രാപിക്കാൻ To പ്രാർത്ഥിക്കാം. pray to receive gifts of the Holy ആമേൻ. നമ്മൾ Spirit. മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ When we pray for other people, നമ്മുടെ വിഷയത്തിന് മാറ്റം വരികയാണ്. that's when God will begin to ദൈവം move ഇറങ്ങി upon our needs. പ്രവർത്തിക്കുകയാണ്. God will move. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. He's a God who hears our prayer. വിശ്വാസത്താൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയും കൂടെ ചേർന്ന് വരുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ നടത്തുക. And these days with faith and prayer coming together, God will do miracles. കഷ്ടമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. Let those who are suffering pray. രോഗികളായിരിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, പരാജയപ്പെട്ടവര്, പാപം ചെയ്ത് ആമേൽ വിഷയങ്ങളിൽ പരാജയപ്പെട്ട് കിടക്കുന്നവര്, ആമേൽ ദൈവസഭയിലുള്ള മൂപ്പന്മാരെയും പാസ്റ്റർമാരെയും വരുത്തി പ്രാർത്ഥിച്ചതിൽ നിന്ന് വിജയം വരട്ടെ. And those who are sick, those who are in pain, those who are going through different failures in their life as a result of some of the sins they have made, let them call the elders of the church and pray. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവസഭയിലേക്ക് കടന്നു വരുന്നവര്, When people രോഗികളായി കടന്നു വരുന്നവര്, the sick people come. ആത്മാവിനാൽ നടത്തപ്പെടുന്ന വിശ്വാസികൾ അവർക്ക് വേണ്ടി പോയി those പ്രാർത്ഥിക്കുവാൻ who are വരും led- ദിവസങ്ങളിലിടയാകട്ടെ. And those who are led by the Spirit, pray for those people. ആമേൻ. ഹല്ലേലൂയ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. Elijah was an ordinary man just like us. ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടെങ്കിൽ, And if God heard the prayer of Elijah, ഹഡ്സൺ ടൈലറിന്റെ പ്രാർത്ഥന if കേട്ടെങ്കിൽ, God heard the prayer of നമ്മുടെ Hudson പ്രാർത്ഥന Taylor, കഴിഞ്ഞ നാളുകളിൽ കേട്ടെങ്കിൽ, and if he has heard our ഈ prayers in the ദിവസങ്ങളിൽ past, പ്രാർത്ഥനയിലേക്ക് നമുക്ക് മടങ്ങി വരാം. oh, let us come back to our prayer life. ഉണർവിന് കാരണമായിരിക്കുന്ന പ്രാർത്ഥനയാണ്. Oh, the deliverance comes through prayer. ജീവിതങ്ങൾക്ക് വിടുതൽ പ്രാർത്ഥനയാണ്. Oh, the deliverance for other people is through മുട്ടിന്മേലുള്ള prayer. വിടുതൽ വേറെ ഒരിടത്തും ലഭിക്കുകയില്ല. You will not receive the deliverance anywhere else. സാധാരണമായ കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ മുട്ടിന്മേലിരിക്കുക. Oh, in order to obtain the things that are impossible in your life, you must bend on your knees in prayer. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ മടങ്ങി വരുമെന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ട. You don't need to be burdened by how your children will come back. You just need to bow your knees in ഭർത്താവ് prayer. എങ്ങനെ വരുമെന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ട. You don't need to worry about how your husband
husband will come മുട്ടിന്മേൽ to ഇരുന്നാ മതി. faith, just bow your knees in prayer. കുടുംബത്തിലുള്ളവർ എങ്ങനെ രക്ഷിക്കപ്പെടണമെന്ന് ഭാരപ്പെടണ്ട. Don't be burdened how the family relatives will come to the മുട്ടിന്മേൽ faith. ഇരുന്നാ മതി. Just bow your knees in prayer. ആമേൻ. പ്രാർത്ഥിച്ചുകൊള്ളുക. Just pray. ഏലിയാവിന്റെ ദൈവം എഴുന്നേൽക്കും. Oh, the God of Elijah will rise ഏലിയാവിന്റെ up. ദൈവം തീ അയക്കും. He will send a fire. ഏലിയാവിന്റെ ദൈവം കാറ്റയക്കും. Oh, the God of Elijah will send a ഏലിയാവിന്റെ wind. ദൈവം വിടുവിക്കും. He's the God who would deliver. ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. Oh, the God of Elijah is ആ our ദൈവം ഇന്ന് God. പോൽക്കാലം നമുക്ക് വേണ്ടിയും Oh, പ്രവർത്തിക്കും. He's a God who will work for us as well. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. Oh, do not be lacking in prayer. വിശ്വാസത്തോടെ പ്രാർത്ഥന ഒന്ന് ചേരട്ടെ. Oh, let your faith combine with your prayer. വിശ്വാസത്തോടെ ഈ വിഷയങ്ങളെല്ലാം ഒന്ന് ചേരട്ടെ. Let these things come together by faith. ഈ ദിവസങ്ങളില് These days, ഒരു വലിയ വിജയമാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God is desiring a great victory. ഒരു in our വലിയ life. ട്രാൻസ്ഫോർമേഷൻ ആണ് God is ആഗ്രഹിക്കുന്നത്. desiring a great transformation in ദൈവം our അതിനു life. വേണ്ടി നമ്മളെ Let സഹായിക്കും. God help us for that. ആമേൻ. എല്ലാവരും നമ്മൾ അതിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ Let's all surrender ourselves. to God. എല്ലാവരും സമർപ്പിക്കുമ്പോൾ Let everybody surrender എല്ലാ themselves. ഹൃദയങ്ങളും ഏൽപ്പിച്ചു കൊടുക്കും. Everybody give yourself to God. ആമേൻ. നമുക്ക് ദൈവത്തോട് Let's പ്രാർത്ഥിക്കാം. pray unto the Lord. ദൈവത്തിന്റെ ആ കരം നമ്മളെ ഇന്നൊന്ന് ട്രാൻസ്ഫോം Let the ചെയ്യട്ടെ. hand of God transform ദൈവം us. നമ്മുടെ today. ഹൃദയങ്ങളോട് സംസാരിച്ച് നമ്മളെ ബലപ്പെടുത്തി അയക്കട്ടെ. Let God speak to us and send us with a new strength. ആമേൻ. ദൈവത്തിന്റെ അനോയിന്റിങ് നമ്മുടെ മേൽ വരട്ടെ. Let the anointing of God come upon us. ആമേൻ. നമുക്ക് എല്ലാവർക്കും ആ കൃപ തരട്ടെ ധാരാളമായിട്ട്. Oh, let's all pray for His grace. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. ഹല്ലേലൂയ.